Hello everyone, welcome back to my channel. Happy New Year to everyone. ഇന്ന് ജാനുവരി 1 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിലും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ. നല്ല മാർക്ക് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 90 to 95% മാർക്കാണ്. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ റെഗുലറായിട്ട് പഠിക്കുകയും റിവൈസ് ചെയ്ത് പഠിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുകയാണെങ്കിൽ അത് പഠിക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് തരുന്ന അതിൻ്റെ നോട്ട്സ് തരുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റെഗുലറായിട്ട് പഠിക്കുകയും റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഇനിയിപ്പോൾ 2023 ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ബാങ്ക്, SSC, റെയിൽവേസ്, അങ്ങനെ പല എക്സാംസും വരാനുണ്ട്. അപ്പോൾ ആ എക്സാമുകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, സർവീസസ് സെക്ടർ അട്രാക്ട്സ് ഹയസ്റ്റ് എവർ FDI, ഇന്ത്യ RA റിപ്പോർട്ട്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതലാണ് സർവീസസ് സെക്ടറിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. Foreign direct investment into the country's service sector increased to $153.01 billion during April 2014 to March 2022 from $80.51 billion during April 2000 to March 2014. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2014 തൊട്ട് 22 വരെ $153.01 ബില്യൺ ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അതേസമയത്ത് മാർച്ച് 2022 വരെ, അതായത് ഏപ്രിൽ 2000 തൊട്ടിട്ട് മാർച്ച് 2014 വരെ, 22 വരെയല്ല 14 വരെയുള്ള ഡാറ്റ നോക്കിയപ്പോൾ 80.51 ബില്യൺ ആയിരുന്നു അന്ന്. അത്രയും ഡോളറായിരുന്നു ഉണ്ടായിരുന്നത്. അത് $153.01 ബില്യൺ ആയി 2022 ആകുമ്പോഴേക്കും. അപ്പോൾ മാർച്ച് 2014 ഷോസ് ദ ഡാറ്റ ബൈ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച്. അപ്പോൾ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിൻ്റെ റിപ്പോർട്ട്, ഇന്ത്യ RA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറിങ് ദ സെയിം പീരീഡ് FDI ഇൻ എ മാനുഫാക്ചറിങ് സെക്ടർ ഇൻക്രീസ്ഡ് ടു $94.32 ബില്യൺ ഫ്രം $77.11 ബില്യൺ. അപ്പോൾ $94.32 ബില്യൺ ആണ് 2022ലേക്ക് 2014 കമ്പയർ ചെയ്യുമ്പോൾ 2020ലേക്ക് ഇൻക്രീസ് ആയത്. 2000 തൊട്ടിട്ട് 2014 വരെ അത് $77.11 ബില്യൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആർമി ഇനോഗ്രേറ്റ്സ് ഫസ്റ്റ് എവർ 3D പ്രിൻറ്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് ഇൻ അഹമ്മദാബാദ്. അപ്പോൾ ഇന്ത്യൻ ആർമി അവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള 3D പ്രിൻറ്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് അഹമ്മദാബാദിൽ ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഇന്ത്യൻ ആർമി now has a 3D printed house dwelling unit which is a disaster resilient structure that complies with Zone 3 earthquake specifications and green building norms. The army inaugurated such a unit in Ahmedabad. It is the first 3D printed house for Indian soldiers and located at Ahmedabad Cant. അപ്പോൾ ഇന്ത്യൻ ആർമി അവരുടെ ഫസ്റ്റ് എവർ 3D പ്രിൻറ്റഡ് ഡ്വെല്ലിംഗ് യൂണിറ്റ് അഹമ്മദാബാദിൽ ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം വായിച്ചു, നിങ്ങൾക്കും വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ സ്റ്റീൽ ആൻഡ് TuTr ഹൈപ്പർലൂപ്പ് സൈൻ എഗ്രിമെൻറ്റ് ടു ഡെവലപ്പ് ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി. അപ്പോൾ ടാറ്റ സ്റ്റീലും TuTr ഹൈപ്പർലൂപ്പും കൂടിയിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്കതൊന്ന് വായിക്കാം. Tata Steel and TuTr Hyperloop signed an agreement to jointly work on development and deployment of Hyperloop technology. The research will focus on key challenges of a design and material section. The partnership seeks to design, develop and scale up the technology for commercialization. The phase 1 work will take place on the 50-meter test track at IIT Madras. അപ്പോൾ ടാറ്റ സ്റ്റീലും TuTr ഹൈപ്പർലൂപ്പും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ ഹൈക്സ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ സം സ്മോൾ സേവിങ് സ്കീംസ് ബൈ അപ് ടു 110 ബേസിസ് പോയിൻറ്റ്സ്. അപ്പോൾ 110 ബേസിസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1% ആണ്. അപ്പോൾ 100 ബേസിസ് പോയിൻറ്റ്സ് ആണ് 1%.
100 basis point equal to 1 ആണ്, 1% ആണ്. അപ്പോൾ 110 basis points ഇൻക്രീസ് ആക്കിയിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ സ്മോൾ സേവിങ് സ്കീംസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ പവർ റേസസ് 1000 crore rupees ക്യാപിറ്റൽ ത്രൂ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി ടാറ്റ പവർ 1000 കോടി രൂപയുടെ ക്യാപിറ്റലാണ് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാറ്റ പവർ സെഡ് ദാറ്റ് ഇറ്റ് ഹാസ് റേസ്ഡ് 1000 crore rupees ത്രൂ ദ ഇഷ്യൂവൻസ് ഓഫ് എ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓൺ എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിലാണ് ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് 1000 കോടി രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IDBI ബാങ്ക് സൈൻസ് പാക്ട് ടു ട്രാൻസ്ഫർ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ടു LIC മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ IDBI ബാങ്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് LIC മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. IDBI ബാങ്ക് സെഡ് ഇറ്റ് ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് ടു ട്രാൻസ്ഫർ സ്കീംസ് ഓഫ് IDBI മ്യൂച്വൽ ഫണ്ട് ടു LIC മ്യൂച്വൽ ഫണ്ട്. IDBI Bank, the parent of IDBI Mutual Fund, is majority owned by LIC. അപ്പോൾ LIC ആണ് കൂടുതലും ഓൺ ചെയ്തിരിക്കുന്നത് IDBI ബാങ്കിൻ്റെ കൂടുതൽ ഷെയർസും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീറാം ഫിനാൻസ് സെക്യൂർസ് $100 million ലോൺ ഫ്രം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ശ്രീറാം ഫിനാൻസ് $100 million ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ എത്ര $100 million ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 million ലോണാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അടുത്തുനിന്ന് സെക്യൂർ ചെയ്തിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബംഗ്ലാദേശ് ലോഞ്ചസ് ഫസ്റ്റ് എവർ ജാപ്പാൻ ഫണ്ടഡ് മെട്രോ സർവീസ് ഇൻ ധാക്ക. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ചിട്ട് ജപ്പാൻ ഫണ്ടഡ് മെട്രോ സർവീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നമുക്കതൊന്ന് വായിക്കാം. ബംഗ്ലാദേശ് ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് മെട്രോ റെയിൽ സർവീസ് വിത്ത് ജാപ്പനീസ് അസിസ്റ്റൻസ് ടു ഈസ് കമ്മ്യൂട്ടിംഗ് ഇൻ ദ ക്യാപിറ്റൽ ധാക്ക, വൺ ഓഫ് ദ മോസ്റ്റ് കൺജസ്റ്റഡ് സിറ്റീസ് ഇൻ ദ വേൾഡ്. The new elevated train network has been largely funded by Japanese development funds known as Line 3. The first metro line took around 6 years to complete. അപ്പോൾ ബംഗ്ലാദേശാണ് ഫസ്റ്റ് എവർ ജാപ്പാൻ ഫണ്ടഡ് മെട്രോ സർവീസ് ധാക്കയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ് ധാക്ക, കറൻസിയാണ് ടാക്ക, പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ മോട്ടോഴ്സ് കംപ്ലീറ്റ്സ് 725 crore rupees. Tata Motors completes a 725 crore rupees acquisition of a Ford's Sanand plant. അപ്പോൾ ഫോർഡിൻ്റെ സനാൻഡ് പ്ലാന്റിൻ്റെ അക്വിസിഷൻ ടാറ്റ മോട്ടോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 725 കോടി രൂപയുടെ അക്വിസിഷനാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി, എ സബ്സിഡറി ഓഫ് ടാറ്റ മോട്ടോഴ്സ്, ഹാസ് കംപ്ലീറ്റഡ് ദ അക്വിസിഷൻ ഓഫ് ഫോർഡ് ഇന്ത്യാസ് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ സനാന്ത് ഫോർ 725.7 crore rupees. TPE, അതായത് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് and Ford India has signed a unit transfer agreement for acquisition of Ford India's plant in Sanand, Gujarat. അപ്പോൾ ഗുജറാത്ത് സനാന്ത് എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്തെ ആ പ്ലാന്റാണ് അക്വയർ ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സ്. 725.7 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ ഫോർഡിൻ്റെ സനാന്ത് ഗുജറാത്തിലെ പ്ലാന്റ് അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാങ്ക് ഫ്രോഡ്സ് ഫ്രം കാർഡ്, നെറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് റൈസ്, ഷോസ് RBI റിപ്പോർട്ട്. അപ്പോൾ RBI റിപ്പോർട്ട് പ്രകാരം ബാങ്ക് ഫ്രോഡ്സ് ഫ്രം കാർഡ് വഴിയുള്ള ബാങ്ക് ഫ്രോഡ്സ് അതേപോലെ നെറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ റൈസ് ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ദ ആവറേജ് എമൗണ്ട് ഓഫ് ഫ്രോഡ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ഫ്രോഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫ്രോഡ്സ് ഡിക്രീസ്ഡ് സബ്സ്റ്റാൻഷ്യലി ഡ്യൂറിംഗ് 2021-22 ഡാറ്റ from Reserve Bank of India's Trend and Progress report shows. In terms of number of frauds, the modus operandi scheme seems to have shifted to card or internet-based transactions. അപ്പോൾ bank frauds from card, net-based transactions റൈസ് ചെയ്തിരിക്കുകയാണ് അക്കോർഡിംഗ് ടു RBI റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഇൻട്രൊഡ്യൂസസ് ഓത്തറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ കാർ ഡീലേഴ്സ് ടു ചെക്ക് മാൽ പ്രാക്ടീസസ്.
അപ്പോൾ malpractices ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ കാർ ഡീലേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ്സ് ഫോർ ഡീലേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് വെഹിക്കിൾസ് ടു ഐഡൻറ്റിഫൈ ദ ഓത്തൻറ്റിസിറ്റി ഓഫ് എ ഡീലർ, a move that will promote ease of doing business and transparency in the sale and purchase of registered vehicles. The new rules will come into force from 1st April 2023. അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ തൊട്ടിട്ടായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക. 1st April 2023 മുതൽ അത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കാർ ഡീലേഴ്സിന് മാൽപ്രാക്ടീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Railways picks Siemens for 26,000 crore rupees contract for manufacturing and maintenance of 1,200 locomotives. അപ്പോൾ ഈ ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ എൻജിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൽവേസ് പിക്ക് ചെയ്തിരിക്കുകയാണ്, സീമെൻസിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന കമ്പനിയെ. അപ്പോൾ സീമെൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ 26,000 കോടി രൂപയ്ക്കാണ് കോൺട്രാക്റ്റ് ആയിട്ട് ഫോർ മാനുഫാക്ചറിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് 1,200 ലോക്കോമോട്ടീവ്സ്. 1,200 ലോക്കോമോട്ടീവ്സ്, അതായത് ട്രെയിൻ എൻജിൻസിൻ്റെ മാനുഫാക്ചറിങ്ങിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടാണ് റെയിൽവേസ് സീമെൻസ് എന്ന് പറയുന്ന കമ്പനിയെ പിക്ക് ചെയ്തിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിൽ 26,000 കോടി രൂപയുടെ കോൺട്രാക്റ്റിന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. So an official statement said these are 9,000 horsepower electric freight locomotives will be supplied over 11-year period and maintained for 35 years. അപ്പോൾ അടുത്ത 11 വർഷത്തിൽ 9,000 ഹോഴ്സ് പവർ ഇലക്ട്രിക് ഫ്രൈറ്റ് ലോക്കോമോട്ടീവ്സ് ആയിരിക്കും സപ്ലൈ ചെയ്യുക. ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്. അത് മെയിൻ്റനൻസ് 35 വർഷത്തിനും ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 35.5 lakh route kilometer of OFC laid across India to provide better bandwidth and high volume connectivity. Government. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണെന്ന് നമുക്കൊന്ന് വായിച്ചാൽ അറിയാം. അത് ഏകദേശം ഇൻ്റർനെറ്റിനെ കുറിച്ചിട്ടാണെന്ന് കണക്ടിവിറ്റി എന്ന് കണ്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത്, ഹൈ വോളിയം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ആസ് ഓൺ September 30, 2022, എ ടോട്ടൽ ഓഫ് 35.5 lakh റൂട്ട് കിലോമീറ്റേഴ്സ് ഒപ്റ്റിക് ഫൈബർ, അത് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഹാസ് ബീൻ ലേഡ് ഇൻ ദ കൺട്രി, which will facilitate the increasing demand for better bandwidth, resilient and high volume connectivity. The optical fiber cable has enormous capacity to handle 5G connectivity. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ കേബിളിന് 5G കണക്ടിവിറ്റി ഹാൻഡിൽ ചെയ്യാനുള്ള എനോർമസ് കപ്പാസിറ്റി ഉണ്ട്, വലിയ കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ September 30, 2022 വരെ നോക്കിക്കഴിഞ്ഞാൽ 35.5 ലക്ഷം റൂട്ട് കിലോമീറ്റർ ഓഫ് ഒപ്റ്റിക് ഫൈബറാണ് ലേ ചെയ്തിട്ടുള്ളത്, അതായത് കൊടുത്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. ടോട്ടൽ അത് കൂടുതൽ ബാൻഡ് വിഡ്ത്ത്, റിസൈലിയൻ്റ് ആൻഡ് ഹൈ വോളിയം കണക്ടിവിറ്റിക്ക് അത് സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 35.5 ലക്ഷം റൂട്ട് കിലോമീറ്റേഴ്സ് ഓഫ് ഒപ്റ്റിക് ഫൈബറാണ് ലേ ഡൗൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റിലീസസ് 5th വോളിയം ഓഫ് റിസർവ് ബാങ്ക് ഹിസ്റ്ററി 1997 to 2008. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് വായിച്ച് നോക്കാം. The 5th volume of Reserve Bank of India's history encompasses the 11-year period from 1997 to 2008. With this volume, the history of Reserve Bank of India is now updated to 2008. The Reserve Bank initiated the process of preparation of this volume in 2015 under the guidance of Advisory Committee chaired by നരേന്ദ്ര ജാദവ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് 11-year പീരീഡ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. 1997 വരെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്, 2008 വരേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. 5th വോളിയം കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് 2008 വരെ. 1997 തൊട്ടിട്ട് 2008 വരെയുള്ള പീരീഡും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസായിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റിലേറ്റഡ് തന്നെയാണ്. RBI റിലീസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റിംഗ് ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ 2021-22. അപ്പോൾ RBI റിലീസ് ചെയ്തിരിക്കുകയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റിംഗ് ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ 2021-22. അപ്പോൾ ഇത് ഒന്ന് വായിച്ച് നോക്കാം, എന്താണ് കാര്യം എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദ പബ്ലിക്കേഷൻ പ്രസൻസ് എൻറ്റിറ്റി വൈസ് ഇൻഫർമേഷൻ ഓൺ മേജർ ഐറ്റംസ് ഓഫ് ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് അലോങ് വിത്ത് their maturity profile, income and expenses. Select financial ratios, number of employees and details of priority sector advances for scheduled commercial banks, excluding
റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പോൾ RBI റിലീസ് ചെയ്തിരിക്കുകയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റഡ് ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ 2021-22. 1 minute. അപ്പോൾ RBI സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് റിലേറ്റഡ് ടു ബാങ്ക്സ് ഇൻ ഇന്ത്യ 2021-22 റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ന്യൂസ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.